രാവിലെ പോയി 19 കടുവകളെ കണ്ട ക്ഷീണത്തിൽ നല്ലൊരു ഉറക്കം 2 മണിക്കൂർ ഉറങ്ങിയിട്ട് എണീറ്റ് വന്നതാണ്. ഇനിയിപ്പോൾ അൽക്കസാർ ഷോ കാണാൻ പോവാണ്. നമ്മൾ പട്ടായയിലാണുള്ളത്. നമ്മുടെ ഡ്രൈവറാണ് നമ്മുടെ ഫോട്ടോ എടുത്തു തന്നത്. പുള്ളി നമ്മുടെ ഗൈഡും കൂടെ ആകട്ടോ. അങ്ങനെ അൽക്കസാർ ഷോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത ഒരു ഫുഡ് സ്ട്രീറ്റിൽ പോയതാണ്. ഇവിടെ വന്നപ്പോൾ കുറേ മുതലുകൾ വായും പൊളിച്ചിരിക്കുന്നു. പിന്നെ ആദ്യം ട്രൈ ചെയ്തത് ഇവിടുത്തെ മാങ്ങയാണ് കേട്ടോ. എല്ലാവരും ഭയങ്കരമായിട്ട് വാനോളം പുകഴ്ത്തുന്ന കണ്ട് ട്രൈ ചെയ്തതാണ്. നല്ലതാണ്, അതുകൊണ്ടാണ് ഞാൻ കഴിച്ചത്. പക്ഷേ നമ്മുടെ നാട്ടിലെ മാങ്ങയുടെ ടേസ്റ്റൊക്കെ തന്നെ, അല്ലാതെ അടിപൊളി എന്ന് പറയാനില്ല. പിന്നെ 2 മണിക്കൂറോളം അൽക്കസാർ ഷോ കണ്ടിരുന്നു. അടിപൊളി ഷോ ആണ്. പറ്റുമെങ്കിൽ ഇതൊക്കെ പോയി കാണുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫുഡ് സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത, എല്ലാ ഭക്ഷണത്തിൻ്റെ സൈഡിൽ അതിൻ്റെ വില എഴുതി വെച്ചേക്കും. അതുകൊണ്ട് നമുക്ക് അവരോട് എത്രയാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള പൈസ ഇഷ്ടമുള്ളത് വാങ്ങിച്ച് കഴിക്കാം. പിന്നെ ലൈവാണ്, എല്ലാം ചൂടാക്കി ചൂടോടെ തരുന്ന ഭക്ഷണശാലയാണ്. എല്ലാം അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. ക്രൊക്കഡൈൽ മീറ്റ് ആണ്, അതായത് നമ്മുടെ മുതലയിറച്ചി. അത് കഴിക്കാനാണ് പോകുന്നത്. ലൈഫിൽ ഞാനിതൊന്നും കഴിക്കുമെന്ന് വിചാരിച്ച ആളല്ല. നമ്മളിപ്പോൾ പട്ടായയിലാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഇത് ആദ്യം കഴിച്ചപ്പം ഒരു സംശയത്തോടാണ് ഞാൻ ഇത്തിരി ടേസ്റ്റ് ചെയ്തത്. അപ്പോൾ ഒരു ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് തോന്നി. അതുകൊണ്ട് രണ്ടാമത് ഞാൻ വീണ്ടും ഒരു പീസ് എടുത്ത് കഴിച്ചു. നമ്മൾ വന്ന ദിവസമായിരുന്നു ചൈനീസ് ന്യൂ ഇയർ. അതുകൊണ്ട് ഇവിടുത്തെ കുറേ ആഘോഷങ്ങളൊക്കെ കാണാൻ പറ്റി, വെടിക്കെട്ട് കാണാൻ പറ്റി. പിന്നെ ഈ ഷോപ്പിംഗ് സ്ട്രീറ്റിലൂടെ തേരാപ്പാര നടന്നിട്ട് അടുത്തതായിട്ട് ജിയാൻ വീലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ ഒരു വീഡിയോ റീലൊക്കെ എടുത്തിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പോയത്. അത് നമ്മുടെ പട്ടായയുടെ റെഡ് സ്ട്രീറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ഈ തേരാപ്പാര നടന്ന കൂട്ടത്തിൽ വന്ന് കയറിയതാണ് ഇവിടെ. അങ്ങനെ ഈ കാഴ്ചയും കണ്ടു. ബാക്കി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.